നമസ്കാരം. എല്ലാ SSLC വിദ്യാർത്ഥികളെയും ഞാൻ പെൻറ്റഗൺ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ ഇന്ന് ഹിന്ദി സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റായ ബീർ ബഹൂട്ടി എന്ന കഥയെയാണ് നിങ്ങൾക്കായി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബീർ ബഹൂട്ടി എഴുതിയത് പ്രഭാത് എന്ന കഥാകൃത്താണ്. ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം രവീന്ദ്ര പ്രഭാത് എന്നാണ്. ഇദ്ദേഹം ജനിച്ചത് 5 ഏപ്രിൽ 1969 ബീഹാറിൽ മഹിന്ദ്വാര എന്ന ഗ്രാമത്തിലായിരുന്നു. ഇതുകൂടാതെ ഇദ്ദേഹം ഒരു നോവലിസ്റ്റ്, ജേർണലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പോയറ്റുമാണ്. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ദ്രകോപം. ഇതൊരു ചുവന്ന കളറുള്ളൊരു ജീവിയാണ്. ഇവിടെ കഥാകൃത്ത് ബീർ ബഹൂട്ടിനെ ഒരു പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. यह एक प्रतीकात्मक कहानी है. ബീർ ബഹൂട്ടി യഹാ ദോസ്തി കാ പ്രതീക് ഹെ. ഇവിടെ ബീർ ബഹൂട്ടി ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രതീകമാണ്. ബേല और साहिल की अटूट दोस्ती के बारे में ही इस कहानी में कहानीकार चित्रित किया है. ഹിന്ദി ടെക്സ്റ്റിൽ നമുക്ക് കാണാം ടോട്ടൽ 5 ഇക്കായി ആണുള്ളത്. ഇക്കായി മീൻസ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റിൽ 4 സബ് ടോപ്പിക്സ് ഉണ്ട്. ഫസ്റ്റ് കഹാനി, സെക്കൻഡ് ടിപ്പണി, തേർഡ് കവിത, ഫോർത്ത് ഉപന്യാസ്. ഇനി കഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത് പ്രഭാജി എഴുതിയ ഒരു 4 വരി പോയമാണ്. പ്യാർ ബാരിഷ് की पहली बूंदों में है, प्यार फूलों की खुशबू में है, प्यार ढलते सूरज की किरणों में है, प्यार हर नए दिन की उम्मीद में है. ഇതിൻ്റെ അർത്ഥം സ്നേഹം മഴയുടെ ആദ്യ തുള്ളിയിൽ പോലുമുണ്ട്, സ്നേഹം പുഷ്പത്തിൻ്റെ സുഗന്ധത്തിലുണ്ട്, സ്നേഹം അസ്തമിക്കുന്ന സൂര്യൻ്റെ പ്രകാശത്തിൽ പോലുമുണ്ട്. വാനിങ് സൺ എന്ന് പറഞ്ഞാൽ ഡൽത്തെ സൂരജ്. സ്നേഹം ഓരോ ദിവസത്തിൻ്റെ പുതിയ പ്രതീക്ഷയിലുമുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ബീർ ബഹൂട്ടി. ബാദൽ बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. ഞാനിപ്പോൾ ഇവിടെ ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് വായിച്ചത്. ഇതിൽ പ്രഭാത്ജി നമ്മുടെ മുന്നിൽ അവിടുത്തെ പ്രകൃതിയെ പറ്റി വർണ്ണിക്കുകയാണ്. മഴ പെയ്ത് തോർന്നതിന് ശേഷം ഉണ്ടായിരുന്ന പ്രകൃതിയിലെ മാറ്റത്തെ പറ്റിയാണ് പ്രഭാത്ജി നമ്മുടെ മുന്നിൽ വർണ്ണിക്കുന്നത്. ബാദൽ ബഹുത് ബരസ് ലിയെത്തി. മഴ നല്ലോണം പെയ്തു തോർന്നിരുന്നു. നല്ലൊരു മഴ പെയ്തു തോർന്നതാണ്. പക്ഷേ മേഘങ്ങൾ ഇനിയും മഴ പെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. നല്ല ഇരുണ്ട കാർമേഘം ആകാശത്ത് നിൽക്കുന്നുണ്ട്. ഈ മഴക്കാർ വയലിൻ്റെയും കാടിൻ്റെയും മുകളിലായി ആകാശത്ത് കാണാൻ കഴിയുമായിരുന്നു. ഇതിൽ കേത്ത് എന്ന് പറഞ്ഞാൽ വയലും ജംഗിൾ എന്ന് പറഞ്ഞാൽ കാട്, ഫോറസ്റ്റ് എന്നാണ് അർത്ഥം. ഛായ എന്ന് പറഞ്ഞാൽ മഴക്കാറിൻ്റെ മൂടലിനെയാണ് പറയുന്നത് ഛായ. മുഴുവൻ ആകാശം മേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുകയാണ്. ഈ മേഘക്കാറിൽ തന്നെ നല്ല തണുത്ത കാറ്റ് അവിടെയും ഇവിടെയുമായി വീശുകയായിരുന്നു. മരത്തിൻ്റെ തടി ഇപ്പോഴും നനഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് അത്രയും മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ടും മഴ ഇനിയും ബാക്കി പെയ്യാനും ഉണ്ട്. അത്രയും നല്ല ഇരുണ്ട കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മരത്തിൻ്റെ തടിയൊന്നും ഇതുവരെയായിട്ടും ഉണങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ മൂങ്ഫലിയ എന്ന് പറഞ്ഞാൽ പീനട്ടാണ്. നിലക്കടല എന്നാണ് അർത്ഥം. നിലക്കടലേൻ്റെ വയലൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ മഞ്ഞ പൂവിൽ ഇപ്പോഴും നനവുണ്ടായിരുന്നു. പിന്നെ വയലിൽ ചെറിയ ചെറിയ ബാജ്ര എന്ന് പറയുന്നത് ഒരു തരം ധാന്യമാണ്. അത് മുളച്ച് വരുന്നുണ്ടായിരുന്നു. വയലുകളിൽ മഴ തോർന്നിട്ടുള്ള തണുത്ത കാറ്റും മഴ കൊണ്ട് മാറിയ വയലിൻ്റെ പച്ചപ്പും അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഇനി ഞാൻ സെക്കൻഡ് പാരഗ്രാഫ് വായിക്കാം. उन्हें बीर बहूटियों से मिलना होता था.
सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे। कस्बे से सटे इन खेतों में बीरबहुटियाँ खोजा करते थे। सुर्ख मुलायम गदबदी बीरबहुटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें। उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे। वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीरबहुटियाँ खोजते थे। उन्हें देखने के लिए वे बारिश की गंध भरी बूरी ज़मीन पर बैठ जाया करते थे. ഇതിൽ നമ്മുടെ മുന്നിൽ പ്രഭാജി കഥയിലെ മെയിൻ 2 ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബീർബഹുട്ടീനെ പറ്റിയും വർണ്ണിക്കുന്നുണ്ട്. അവർക്ക് ബീർബഹുട്ടിയെ കാണണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്കൂളിലേക്ക് വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങുമായിരുന്നു. കസ്ബ എന്ന് പറഞ്ഞാൽ ടൗൺ, പട്ടണം. ടൗണിൻ്റെ അടുത്തുള്ള ഒരു വയലിലാണ് അവർക്ക് ഈ ബീർബഹുട്ടിയെ തിരയേണ്ടത്. ബീർബഹുട്ടീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ബീർബഹുട്ടിക്ക് വിശേഷതായി, അല്ലെങ്കിൽ ബീർബഹുട്ടി കൈസാ ഹെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. സുർഖ് മുലായം ഗദ്ബദി ബീർബഹുട്ടിയ, ധർത്തി പർ ചൽത്തി ഫിർത്തി കൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ. പറഞ്ഞാൽ ബീർബഹുട്ടി എന്ന് പറഞ്ഞാൽ സുർക്ക് എന്ന് പറഞ്ഞാൽ റെഡ് കളേർഡാണ്, സോഫ്റ്റാണ്. ഗദ്ബദി ഉരുണ്ട ഒരു ജീവിയാണ്, മിനുമിനുത്ത ഒരു ഉരുണ്ട ജീവിയാണ്. റെഡ് കളറായിട്ടുള്ള ഉരുണ്ട മിനുമിനുത്ത ഒരു ജീവി ആയിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബീർബഹുട്ടി ഭൂമിയിൽ നടക്കുമ്പോൾ തോന്നുന്നത് ഭൂമിയിൽ കാണുന്ന ചുവന്ന രക്തത്തുള്ളികൾ പോലെയാണെന്നാണ് പ്രഭാജി പറയുന്നത്. ബസ്തെ എന്ന് പറഞ്ഞാൽ ബാഗ്, പീട്ട് പറഞ്ഞാൽ പുറം, കന്ത എന്ന് പറഞ്ഞാൽ ഷോൾഡർ. ഇവർ ഈ ബീർബഹുട്ടീനെ തിരയുന്നത് അവരുടെ ബാഗ് താഴെ വെക്കാതെ ബാഗ് തോളിൽ തന്നെ ഇട്ടിട്ട് പുറത്ത് തന്നെ വെച്ചിട്ടാണ് ബീർബഹുട്ടീനെ തിരയുന്നത്. അവർ രണ്ടുപേരും അടുത്തടുത്ത് നിന്നിട്ടാണ് ബീർബഹുട്ടീനെ തിരയുന്നത്. പിന്നെ കഥാകൃത്ത് പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, തൊട്ടടുത്ത് നിന്നിട്ടാണ് ഇവർ രണ്ടുപേരും ഈ ബീർബഹുട്ടീനെ തിരയുന്നത്. ബീർബഹുട്ടീനെ തിരയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും മഴ കൊണ്ടുണ്ടായ ചളിയിൽ പുരണ്ട നിലത്ത് ഇരിക്കുമായിരുന്നു. അതൊന്നും ഇവർക്കൊരു വിഷയമേ അല്ല എന്നാണ് കഥാകൃത്ത് പറയുന്നത്. ഇനി 3rd പാരഗ്രാഫിൽ നമുക്ക് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കാണാൻ പറ്റുന്നത്. അതിൽ കഥാകൃത്ത് നമ്മുടെ മുന്നിൽ ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയുകയാണ്. ബേല ഓർ സാഹിൽ. ഇവർ രണ്ടുപേരുടെ പേരാണ് ബേല, സാഹിൽ. ബേല, देखो इस बीरबहुटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना, पहली गंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. ഈ ചെറിയൊരു പാരഗ്രാഫിൽ നമുക്ക് ഇവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് കാണാൻ പറ്റുന്നത്. ബീർബഹുട്ടീനെ കണ്ടിട്ട് സാഹിൽ ബേലേനോട് ചോദിക്കുകയാണ്, ബീർബഹുട്ടീൻ്റെ കളറ് നിൻ്റെ റിബണിൻ്റെ കളർ പോലെ തന്നെ ചുവന്നതാണല്ലോ എന്ന് സാഹിൽ ചോദിക്കുകയാണ്. പിന്നെ സാഹിൽ ചോദിക്കുന്നു, നീ എന്തെങ്കിലും കേട്ടോ ബേല എന്ന്. എന്നപ്പം ബേല പറയും, ഞാനും കേട്ടു, സ്കൂളിലെ ഫസ്റ്റ് ബെല്ല് അടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഷോപ്പിൽ നിന്നും പെന്നിൽ മഷി നിറയ്ക്കണമെന്ന് സാഹിൽ പറയും. പെൻ മേ സ്യാഹി എന്ന് പറഞ്ഞ സ്യാഹി എന്ന് പറഞ്ഞാൽ ഇങ്കാണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. 1981 का साल, राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभों के बीच खींची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीटिंग गंडियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गंदों की गुरों के टापों की आवाज़ें. उनके पीछे चलता एक बदन गाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ट्रॉपर से पेन में स्याही भरते थे. ഇതിൽ 1981 കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ അടുത്തായിട്ടുള്ള ഫുലേര ജംഗ്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്.
അന്നപ്പം ഇത് നടക്കുന്നത് ഫുലേറ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. ഫുലേറ ജംഗ്ഷനിൽ എപ്പോഴും പാസഞ്ചർ വെഹിക്കിൾസും ഗുഡ്സ് വെഹിക്കിൾസും ആയിട്ട് നിറഞ്ഞു നിൽക്കും. കസ്ബ എന്ന് പറഞ്ഞാൽ ടൗണാണ്. ഈ സ്ട്രീറ്റിൽ എപ്പോഴും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു. അവിടെ ആകെ സൈലൻ്റായി നിൽക്കുന്നത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാത്രമാണ്. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ നടുവിലായിട്ട് ഇലക്ട്രിക് വയേഴ്സും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സ്ട്രീറ്റിലൊക്കെ അവിടെയും ഇവിടെയും നോക്കുമ്പോൾ കാണുന്നത് ഫേറിവാലയാണ്. ഫേറിവാല എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് സെല്ലേഴ്സാണ്. ഏക് അന്ധേരി സി ഗലി മേ 6-7 ഗദോं की കുറും की ടാപ്പോं की ആവാസേ. ഒരു ഇരുട്ട് പിടിച്ച സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഇലക്ട്രിക് പോസ്റ്റുകൾ മാത്രമുണ്ട്, ലൈറ്റൊന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പിന്നെ ഫുൾ ആൾക്കാരായി നിറഞ്ഞു നിൽക്കുന്നതിനെ കൊണ്ട് അത് അത്രയും ഇടുങ്ങിയൊരു സ്ട്രീറ്റാണിത്. ഇവിടെ നമുക്ക് 6-7 കുതിരകളുടെ കുളമ്പടിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരു കുംഹാർ നടന്നു വരുന്നത് കാണാം. കുംഹാർ നടന്നു വരുന്നത് പറഞ്ഞാൽ ബദൻ ഉഗാഡെ കുമാർ എന്നാണ് പറഞ്ഞാൽ അത്രയും വയ്യാത്ത ഒരു കൊല്ലപ്പണിക്കാരൻ. കുംഹാർ പറഞ്ഞാൽ കൊല്ലപ്പണിക്കാരൻ, പോട്ടർ. ഇസി ദൃശ്യ കെ ബീച്ച് സെ ഗുസർത്തെ ഹുവേ ദോ സ്കൂളി ബച്ചെ ബേല ഓർ സാഹിൽ. ഇനി ഇതിലൂടെയാണ് ഈ നമ്മുടെ കഥയിലെ 2 കഥാപാത്രങ്ങൾ ബേല, സാഹിൽ നടന്നു പോകുന്നത്. ഉൻ ദിനോ പെൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ബരി ജാത്തി തി. ആ ദിവസങ്ങളിൽ പെന്നിൽ 5 പൈസേനെ കൊണ്ട് നീല മഷി നിറയ്ക്കാൻ പറ്റുമായിരുന്നു. സ്റ്റേഷനറി ഷോപ്കീപ്പർ ചോപ്പർ കൊണ്ട് പെന്നിൽ മഷി നിറയ്ക്കും. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा. കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. അത് സാഹിൽ തന്നെ ബാക്കിയുള്ളത് ഭൂമിയിൽ ഒഴിച്ചു കളഞ്ഞു, പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പെന്നിൽ മഷി നിറച്ച് തരാൻ ബേല ദുക്കാൻദാറിനോട് പറയും. സാഹിൽ പറയുന്നതിൻ്റെ മുന്നേ തന്നെ. സ്യാഹി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया. बेला बोली. ഇത് കേട്ടിട്ട് ഷോപ്പ് കീപ്പർ പറയും, ഇവിടെ ഉണ്ടായിരുന്ന ഇങ്കിൻ്റെ ബോട്ടിൽ ഇപ്പം തീർന്നിട്ടുള്ളൂ, ഇനി നാളെയേ കിട്ടുള്ളൂ. എന്നപ്പോൾ ബേല പറയും, ബാക്കി മഷി പെന്നിൻ്റെ അകത്തുണ്ടായിരുന്നത് പോലും സാഹിൽ നിലത്ത് ഒഴിച്ച് കളഞ്ഞു. बदल को देखकर गड़े को नहीं डुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. बादल को देखकर गड़े को नहीं डुलाना चाहिए. ഇതൊരു ഫ്രേസാണ്. എന്ന് പറഞ്ഞാൽ മഴക്കാർ കണ്ടിട്ട് കുടത്തിലുണ്ടായിരുന്ന ബാക്കി വെള്ളം നമുക്ക് കളയാൻ പാടില്ല. മഴ പെയ്യാതിരിക്കുകയോ ചെയ്യും, അത് വിചാരിച്ചിട്ട് വെള്ളം കളയാൻ പാടില്ല. ബാക്കി മഷി കളയാൻ പാടില്ലായിരുന്നു എന്നത്. കീപ്പർ അവരോട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം സാഹിൽ എന്തോ പാപം ചെയ്യുന്നത് പോലെയാണ് പറഞ്ഞത്, ഞങ്ങൾ 5ാം ക്ലാസ്സിലാണെന്ന്. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. രണ്ടാളും 5ൽ തന്നെയാണോ പഠിക്കുന്നത് എന്ന് ഷോപ്പ് കീപ്പർ ചോദിക്കും. हाँ दोनों, और हम दोनों का सेक्शन भी एक ही है. ए. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. ബേല എന്നിട്ട് സന്തോഷത്തോടെ പറയും, ഞങ്ങൾ 2 പേരും ഒരേ ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്, 2 പേരുടെ സെക്ഷനും ഒന്ന് തന്നെയാണ്, 5A ആണ്. അത് ബേല നല്ല സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. എന്തോ വലിയ കാര്യം പോലെയാണ് ബേല ദുക്കാൻദാറിനോട് പറഞ്ഞത്. क्लास में दोनों पास पास बैठते थे. कॉपी में काम करते तो दोनों कॉपी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी सन 57 में, वह तलवार पुरानी थी. पढ़ता तो बेला भी चमक उठी सन 57 में, वह तलवार पुरानी थी. पढ़ती थी. അതുമാത്രമല്ല, ഇവർ 2 പേരും ഇരിക്കുന്നത് പോലും അടുത്തടുത്താണ് ക്ലാസ്സിൽ. കോപ്പി എഴുതുകയാണെങ്കിൽ 2 പേരും കോപ്പി എഴുതിയിരിക്കും. പിന്നെ പാഠം പഠിക്കുകയാണെങ്കിൽ 2 പേരും ഒരേ ലൈൻ തന്നെയായിരിക്കും വായിക്കുക. ഒരേ ലെസൺ ഒരേ ലൈൻ തന്നെയാണ് വായിക്കുന്നത്. ബേല കഹത്തി, ബഹൻജി പാനി പീനെ ചലി ജാവോ. സാഹിൽ ബി കഹത്ത, ബഹൻജി പാനി പീനെ ചലി ജാവോ
എന്നത് സാഹിൽ ഇപ്പം ഒരു ലൈൻ വായിക്കുകയെന്ന് വെച്ചാൽ ബേല അത് തന്നെയായിരിക്കും വായിക്കുക. ബേല ഒരു ലൈൻ വായിക്കുകയാണെങ്കിൽ സാഹിലും ആ ലൈൻ തന്നെയായിരിക്കും വായിക്കുക എന്നാണ് പറയുന്നത്. गणित के माठ साहब सुरेंद्र जी का पीरियड केल घंटी के बाद आता था. बच्चे उनसे कांपते थे और केल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. മാത്സിൻ്റെ ടീച്ചർ സുരേന്ദ്ര ജി അവരുടെ പീരീഡ് വരുന്നത് PT പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ്. അന്നപ്പം കുട്ടികളൊക്കെ ഇവരെ കാണുമ്പോഴത്തേക്ക് വിറയ്ക്കുമായിരുന്നു. കാമത്തെ എന്ന് പറഞ്ഞാൽ ഷിവറിങ്, വിറയ്ക്കുക. PT പീരീഡിൻ്റെ ബെല്ലടിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നേ തന്നെ ഈ കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ അവരുടെ സീറ്റിൽ വന്നിരിക്കുമായിരുന്നു. सुरेंद्र जी माट साहब इसी पीरियड में कॉपी जांचते थे. सी गलती पर बच्चों को इधर उधर फेंक देते थे या चापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. അങ്ങനെയാണ് സുരേന്ദർ ജി കോപ്പി നോക്കുന്നത്. ഈ ഒരു തെറ്റ് കണ്ടാൽ പോലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയും. അതുപോലെ തന്നെ നല്ലോണം അടികൊണ്ട് അടിക്കുമായിരുന്നു. അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുന്നത് മറന്നു പോകുമായിരുന്നു. दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. ബാലോ പർ പഞ്ചാ ഫസാന എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസാണ്. ഒരു ദിവസം സുരേന്ദർജി ബേലേൻ്റെ അടുത്ത് ദേഷ്യം പിടിച്ചിരുന്നു. പക്ഷേ സത്യത്തിൽ സുരേന്ദർജി ബേലേൻ്റെ എന്ത് കാര്യം കണ്ടിട്ടാണോ തെറ്റാണെന്ന് വിചാരിച്ചത് സത്യത്തിൽ അത് തെറ്റായിരുന്നില്ല. ബേലേൻ്റെ ഈ പേടിച്ച മുഖം കണ്ടിട്ട് സാഹിലിന് പേടി വരാൻ തുടങ്ങി. അവൻ കണ്ടു ഇപ്പോഴും ബേലേൻ്റെ കാലൊക്കെ പേടി കൊണ്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടാൽ തോന്നും ഇപ്പോൾ അവൾ നിന്ന് വികുമായിരുന്നു എന്ന്. പക്ഷേ സുരേന്ദർജി അവളുടെ ബുക്ക് കോപ്പി അവൾ ഇരിക്കുന്ന സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു അവിടെ തന്നെ സീറ്റിലിരിക്കാൻ പറഞ്ഞു. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. ബേലേൻ്റെ മനസ്സിന് നല്ല സങ്കടം വന്നു. കാരണം സാറിന് വേണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു. പക്ഷേ സാറ് സാഹിലിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചെയ്തത് അവൾക്ക് ഗിൽറ്റി ഫീൽ ചെയ്തു. കാരണം സാഹിലിൻ്റെ മുന്നിൽ അവൾ എപ്പോഴും നല്ലൊരു കുട്ടിയായിരുന്നു. ബേല സാഹിലിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ബേലയ്ക്ക് സാഹിലിനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे होय 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 सफ़ेद पट्टी कहकर कह रहा था तो कोई सुल्ताना टाको तो कोई कुछ और कहकर चिढ़ा रहा था. ഇവിടെ സ്കൂൾ ദീപാവലി ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് റീഓപ്പൺ ചെയ്തു. അപ്പം ബേലേൻ്റെ തലയിലായിട്ട് ഒരു വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു. കുറച്ച് ആൾക്കാർ അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. സഫേദ് പട്ടി എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ സുൽത്താന ടാക്കു എന്ന് പറഞ്ഞിട്ടും. ये क्या हो गया बेला? സാഹിൽ ने परेशान होते हुए पूछा. സാഹിൽ നല്ല ടെൻഷൻ അടിച്ചിട്ട് ചോദിച്ചു, ബേല ഇതെന്ത് പറ്റിയെന്ന്. छत से गिर गई, बेला ने हंसते हुए कहा और कहा, बहुत दिन हो गए. आज केल कंडी में गांधी चौक में लंगड़ी टांग खेलेंगे. ബേല നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയും, വീടിൻ്റെ മുകളിൽ നിന്ന് വീണതാണ്. ഇന്ന് PT ഹവറിൽ അവൾക്ക് ഗാന്ധി ചൗക്കിൽ പോയിട്ട് ലങ്ഡി ടാങ്ക് ഒരു കളീൻ്റെ പേരാണ്, അത് കളിക്കണം എന്ന് പറയും. നെഹി കേലെങ്കെ തെരെ സിർ മേ ഫിർ സെ ലഗ് ജായേഗി തോ. സാഹിൽ പറയും, ഇല്ല കളിക്കൂല, നിൻ്റെ തലയിൽ പിന്നെയും വന്ന് തട്ടിയാലോന്ന്. നെഹി ലഗേഗി, ബേല ने जिद की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल गंडी लंगड़ी टांग खेले.
इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ബേല വാശി പിടിക്കും, എനിക്കൊന്നും പറ്റൂല എന്ന്. എന്നിട്ട് അവർ സാധാരണ കളിക്കുന്നത് പോലെ ഫുൾ PT പീരീഡ് ഫുള്ളും ഗാന്ധി ചൗക്കിൽ പോയിട്ട് ലങ്കടി ടാങ്ക് കളിക്കും. ഈ ഗാന്ധിജീൻ്റെ സ്റ്റാച്യുവിൻ്റെ 4 സൈഡിലായിട്ട് കുട്ടികൾ ഇരുന്ന് കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഗാന്ധിജീൻ്റെ സ്റ്റാച്യു ഒന്നും കൂടി ഹാപ്പിയായി ചിരിക്കുന്നുണ്ടോ എന്ന്. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की टाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा कटा हो गया. ഇത് ഒരു സൺഡേ ആയിരുന്നു. സാഹിൽ അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വേപ്പിൻ മരത്തിൻ്റെ മുകളിലെ ശാഖയിൽ പിടിച്ച് തൂങ്ങുകയായിരുന്നു. സ്റ്റൂളിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് ഇവനിങ്ങനെ ആടുന്നത്. അത് ഒരു പൊട്ടിയ സ്റ്റൂളായിരുന്നു. അതിൻ്റെ ആണി, കീൽ എന്ന് പറഞ്ഞാൽ ആണി, അവൻ്റെ കാലിൽ തറച്ചു കയറി. 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവായിരുന്നു. ഉസെ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ भी ही दिखाई देते. സാഹിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബാൻഡേജ് ഇടാൻ വേണ്ടി പോയി. അന്നപ്പോൾ അവൻ നിൽക്കുന്നതിൻ്റെ 2-3 ആൾക്കാരിൻ്റെ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലായിട്ട് ബേല നിൽക്കുന്നത് കണ്ട് അവൾ തലയിൽ കെട്ടിയ ബാൻഡേജ് മാറ്റാൻ വേണ്ടി വന്നതായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ 2 കുട്ടികളെ കാണുമായിരുന്നു ബാൻഡേജ് കെട്ടിയിട്ട് നടക്കുന്നത്. ഒരാൾ തലയിൽ കെട്ടിയിട്ടാണെങ്കിൽ മറ്റേയാൾ കാലിൻ്റെ മുകളിൽ കെട്ടിയിട്ട് നടക്കുമായിരുന്നു. വെള്ള ബാൻഡേജ് കെട്ടിയ ഈ 2 കുട്ടികളും എപ്പോഴും ഒരുമിച്ചിട്ടാണ് ഉണ്ടാവർ. 5वीं कक्षा का रिजल्ट आ गया. नो छठी में आ गए. ये स्कूल 5वीं तक की ही था. അങ്ങനെ 5th ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. 2 പേരും 6th ആയി. സാഹിൽ अब तुम कहाँ पढ़ोगे? बेला ने पूछा. और तुम कहाँ पढ़ोगी बेला? സാഹിൽ ने पूछा. അന്നപ്പം ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. ബേല ഫസ്റ്റ് ചോദിച്ചു, സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കുന്നത്? സാഹിലും ചോദിക്കും, നീയും ഇനി എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? മേരെ പാപ്പ കह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम मुझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है घर से दूर. वहाँ अकेला रहूँगा. ബേല പറയും, എന്നെ ഇനി ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. സാഹിൽ പറയും, എന്നെ ഇനി അജ്മീറിലേക്ക് പറഞ്ഞയക്കും. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ നിർത്തി പഠിപ്പിക്കാനാണ് തീരുമാനം. ക്യൂ സാഹിൽ പത്താ നഹി ക്യൂ? ബേല ചോദിക്കും, എന്തുകൊണ്ടാണ് സാഹിൽ ഇങ്ങനെ പറഞ്ഞയക്കുന്നത്? സാഹിൽ പറയും, അറിയില്ല. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे? नहीं. तुम्हारा रिपोर्ट कार्ड दिखाना. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहे थे. ബേല ചോദിക്കും, ഇനി നീ ഈ ഫുലേര ജംഗ്ഷനിൽ തന്നെ ഉണ്ടാവൂലേ? സാഹിൽ പറയും, ഇല്ല. നിൻ്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് നോക്കട്ടെ എന്ന് സാഹിൽ ചോദിക്കും. സാഹിൽ എന്നിട്ട് ബേലേൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കുകയാണ്. അതുപോലെ തന്നെ ബേലയും സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കുകയാണ്. അവർ 2 പേരും ലാസ്റ്റ് ടൈമായിട്ടാണ് 2 ആൾക്കാരുടെ സാധനങ്ങൾ തൊട്ട് നോക്കുന്നത്. കാരണം ഇനി അവർ തമ്മിൽ ഒരിക്കലും കാണില്ല. ഹരി ആങ്ക് മേ ആസു ക്യോ ആ രഹേ ഹേ ബേല? നിൻ്റെ കണ്ണിൽ നിന്ന് എന്താ കണ്ണീര് വരുന്നത് ബേല എന്ന് സാഹിൽ ചോദിക്കാണ്. മുझे क्या पता? बेला ने टपटपाई आंखों से हंसते हुए कहा. ബേലേൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് ബേല പറയും, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്ന്. साहिल की आंखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊँ अब तुम्हें? रोनी सूरत साहिल रोनी सूरत. സാഹിലിൻ്റെ കണ്ണ് ബീർ ബഹൂട്ടീനെ പോലെ റെഡ് കളറായിരുന്നു. കണ്ണിൽ മഴത്തുള്ളികൾ പോലെ വെള്ളം നിറഞ്ഞു നിന്നിരുന്നു.
അത് കണ്ടിട്ട് ബേല ചോദിക്കും, ഞാൻ നിന്നെ കളിയാക്കണോ റോനി സൂരത് സാഹിൽ എന്ന് പറഞ്ഞിട്ട്. കരയുന്ന മുഖമുള്ള സാഹിൽ എന്നാണ് അർത്ഥം. ബാരിഷെ ആനെ മേ 1.5 മഹീന ബാക്കി താ, लेकिन ये बारिशों से पहले की बारिश का एक दिन था। आसमान में गड़ाएं गिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था। फुलेरा कस्बे की बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी। उसके बूरे बाल बीर बहुटियों के रंग के लाल रिबन से बंधे थे। दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था। इसकी पिंडली में बीर बहुटी के रंग का 1 इंच लंबा चोट का निशान था. മഴ വരാൻ ഇനിയും 1.5 മാസം ബാക്കിയുണ്ട്. പക്ഷേ ഇത് മഴ വരുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു മഴ ദിവസമായിരുന്നു. ആകാശത്ത് നിറഞ്ഞു നിൽക്കുകയാണ് മഴക്കാറുകൾ. ധൂൽ എന്ന് പറഞ്ഞാൽ ഡസ്റ്റാണ്. പൊടി നിറഞ്ഞ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര ടൗണിലെ ഒരു സ്ട്രീറ്റിൽ നല്ല മഴക്കാറുണ്ടായിരുന്നു. അതിലൂടെ 5th നിന്ന് 6th പാസ്സായ ഒരു കുട്ടി നടന്നു പോകുന്നുണ്ട്. അവളുടെ മുടി ബീർ ബൗട്ടീൻ്റെ കളർ പോലെ ചുവന്ന ഒരു റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അതേ സ്ട്രീറ്റിൽ തന്നെ 5th നിന്ന് 6th പാസ്സായ ഒരു 11 വയസ്സുകാരൻ നടന്നു പോകുന്നുണ്ട്. ഇസ്കി പിൻഡ്ലി മേ ബീർ ബഹുട്ടി കെ രംഗ് കാസ 1 ഇഞ്ച് ലംബ ചോട്ട് കാ നിഷാൻ താ. അവൻ്റെ കാലിലായിട്ട് ബീർ ബഹുട്ടീൻ്റെ കളർ പോലെ 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവിൻ്റെ പാടും ഉണ്ടായിരുന്നു.